You are watching Reporter Evening Show. At how many places they had attacked the car? Only when I got down from the car, in that case action was taken. All other 3 places, they did not take any action. There were more than 100 policemen standing there. If Chief Minister is passing by that road, will 22 people will be allowed to gather there with black, the presence of more than 100 policemen? And I consider Kerala police one of the finest police in the country. Who is stopping them from doing their duty? Who can stop them? It is Chief Minister. I want to treat them with contempt, which they are a bunch of hoodlums. I don't want to respond to these people. ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പം കരിങ്കൊടി കാണിക്കുന്നു. ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? ഏത് അധികാരസ്ഥാനവും വലുതല്ല, അതിനു മേലെയാണ് നിയമം. ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും. ആ നിയമമാണ് സുപ്രീം. അത് കാണണം, അത് മനസ്സിലാക്കാൻ സാധിക്കണം. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല, 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. FIR ഇടാനൊരു കുത്തിയിരിപ്പ് വേണം. സാധാരണ ഏത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യമല്ലേ അത്? അതിന് റോഡിൻ്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട്. या कोई भी हो उनके यहाँ. No, I will not go. You were giving them protection here. Police, they were standing here at the police protection. I will not go from here. I am not going to move from here. You are making the Gundas rule the roads of Kerala. I am not going to tolerate it. Yes, I don't want to argue, please. Something which I have seen with my own eyes, I don't want to argue with you. Thank you very much. വെൽക്കം ടു ഈവനിംഗ് ഷോ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. നമുക്കൊപ്പം അതിഥികളായി CPIഎമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് A. സമ്പത്ത്, ഒപ്പം BJP പ്രതിനിധിയായ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ എന്നിവരാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ, അല്ലെങ്കിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു സ്റ്റാൻഡ് ഓഫ്, അത് നമ്മൾ പലതവണ കണ്ടതാണ്. പക്ഷേ ഇന്ന് അത് ഗവർണർ വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്, CRPF എത്തി Z+ കാറ്റഗറി സുരക്ഷയ്ക്കായി രാജ്ഭവനിൽ വന്ന് നിൽക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി ചോദിക്കുന്നു ഗവർണർക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന്. പരിഹാസത്തിന്റെ ഭാഷയുണ്ട്. അതോടൊപ്പം ഗവർണർ പറയുന്നു തനിക്ക് നീതി ഉറപ്പാക്കുന്നില്ല, അല്ലെങ്കിൽ പോലീസ് നോക്കി നിൽക്കുമ്പോൾ, 100ഓളം പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ 22 പ്രതിഷേധക്കാരെ തടയാൻ കഴിഞ്ഞില്ലേ എന്ന് ഗവർണർ ചോദിക്കുന്നു. ഈ 2 പ്രതികരണങ്ങളും അങ്ങ് നിരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ. എന്താണ് ആദ്യ പ്രതികരണം? അല്ല, അതിൽ എനിക്ക് പറയാനുള്ളത്, ഗവർണറെയും ചീഫ് ജസ്റ്റിസിനെയും ഒന്നും കരിങ്കൊടി കാണിക്കാൻ പാടില്ല, ഗോ ബാക്ക് വിളിക്കാൻ പാടില്ല. അത് നമ്മുടെ ജനാധിപത്യപരമായൊരു മര്യാദയ്ക്ക് ചേർന്നതല്ല. ഗവർണർ എന്ന് പറയുന്നതും ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നതും ഭരണഘടനാ പദവിയാണ്. അത്തരത്തിലുള്ള പദവിയിലിരിക്കുന്ന ആളുകളെ കരിങ്കൊടി കാണിക്കുക, ഗോ ബാക്ക് വിളിക്കുക, അത് ഒരു മര്യാദയല്ല. നമ്മുടെ ഒരു ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്ന്, ഞാൻ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് പറയാൻ കാരണം, പണ്ട് ഒരു ചീഫ് ജസ്റ്റിസിന് ഇവിടെ റീത്ത് വെച്ചു, അല്ലേ? ഒരു നാട് കടത്തി ഒരു ചീഫ് ജസ്റ്റിസിനെ. റീത്ത് വെച്ചത് കോളേജ് പ്രിൻസിപ്പാൾക്കാണ്. നാട് കടത്തി ഒരു ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായി നാട് കടത്തി.
നിങ്ങൾക്കൊരു കോടതിയുടെ വിധിയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അതിനല്ലേ മേൽക്കോടതിയുള്ളത്. അപ്പോൾ ഇവിടെ ചീഫ് ജസ്റ്റിസിനെ നാട് കടത്തുന്നു, ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുന്നു, ഗോ ബാക്ക് വിളിക്കുന്നു, അയാൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന് എഴുതി വെക്കുന്നു. ഇതൊരു മര്യാദയല്ല. ഈ മര്യാദകേടാണ് കേരളത്തിൽ ഇന്ന് കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇപ്പം താങ്കൾ ചോദിച്ചു, മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, ഇതിലെന്താ തെറ്റ്, ഇതെന്തിനാ എത്ര ബഹളം ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ ഗൺമാൻ ഇറങ്ങിപ്പോയി തല്ലിയില്ലേ? അതെന്ത് മര്യാദയാ? ഗൺമാൻ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ, അയാൾ അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല. അയാൾ ഇറങ്ങിപ്പോയി തല്ലിയില്ലേ? എന്നിട്ടിപ്പോൾ അയാളെ പേരിൽ കേസെടുക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ കരിങ്കൊടി കാണിച്ചവരെ പിന്നാലെ പോയി തല്ലുക, അതിൽ ഗൺമാൻ വരെ ഉൾപ്പെടുക. ഇവിടെ ഈ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നവരെ എന്താ പറയുക, അവരും പോലീസും കൂടി ഈ എന്താ നമ്മൾ പറയുക, ഈ ഒരു പണ്ട് ഓണത്തിനൊരു കളിയുണ്ട്, ആര് പൂ പറിക്കാൻ പോരുമോ ആര് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. അത് അന്ന് പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കളിച്ചതാണ്. അതുപോലത്തെ ഒരു കളിയല്ലേ പോലീസും വിദ്യാർത്ഥി SFIക്കാരും കൂടി ചെയ്തത്. അപ്പോൾ അവിടെ പോലീസിൻ്റെ നയം ഇരട്ടത്താപ്പാണ്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ ഇതായിരുന്നു പോലീസ് ചെയ്തത്. പോലീസ് മാത്രമല്ല, DYFIക്കാരും കൂടി തല്ലാൻ വന്നില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് നയമാണ് പോലീസിനുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷമായ പെരുമാറ്റമില്ല. ഞാൻ പോലീസ് അങ്ങനെ തല്ലണമെന്നല്ല കേട്ടോ പറയുന്നത്. ഇന്നിപ്പോൾ SFIക്കാർ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ നേരത്തെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരെ തല്ലിയതുപോലെ തല്ലണം എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചുകൂടിയൊക്കെ ഫോഴ്സ് ഇവിടെ ഇന്ന് ഉപയോഗിക്കേണ്ടിയിരുന്നു. അവിടെ ഉപയോഗിച്ച ഫോഴ്സ് അധികമാണ്, ഇവിടെ ഉപയോഗിച്ച ഫോഴ്സ് വളരെ കുറവുമാണ്. അപ്പോൾ ആ രീതിയിൽ പോലീസ് പ്രകടമായ രീതിയിൽ രണ്ടിനെയും രണ്ട് രീതിയിലാണ് കാണുന്നത്, പെരുമാറുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഈ രണ്ട് ഇടപാടും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഗവർണർ പ്രതികരിച്ചത്, അതിലിപ്പോൾ അഭിപ്രായം പറയാൻ ഞാനാളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. സാധാരണഗതിയിൽ ഗവർണർമാർ ഇത്തരത്തിൽ പ്രതികരിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഓരോ രീതിയല്ലല്ലോ, അതിനൊക്കെ ഒരു മര്യാദയില്ലേ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ? രീതി എന്നല്ലല്ലോ. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് എന്താണ്? വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം. ആ പ്രതിഷേധ സ്വരങ്ങളോട് അധികാര സ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് ചോദിക്കുകയാണ്. ഗവർണർ ഇത് ആദ്യമായല്ല. തിരുവനന്തപുരത്ത് SFIക്കാർ പ്രതിഷേധിച്ചപ്പോൾ കൊടിയുമായി വന്ന് കാറിൽ തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചാടി ഇറങ്ങുകയാണ്. ഇന്ന് ചാടി ഇറങ്ങി വഴിയിൽ കുത്തിയിരിക്കുകയാണ്. 10 മിനിറ്റ് ഒന്നുമല്ല. നയപ്രഖ്യാപനത്തിന് സമയമില്ല, പക്ഷെ വഴിയിൽ കുത്തിയിരിക്കാൻ ഗവർണർക്ക് സമയമുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരികയാണ്. പ്രതിഷേധം അറിയിക്കുന്നതിനൊരു രീതിയില്ലേ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ? അദ്ദേഹം ഞാൻ പറഞ്ഞുതരാം. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യം നല്ലൊരു കടലാസിൽ എഴുതുക അദ്ദേഹം, എന്നിട്ട് അദ്ദേഹം തന്നെ ദിവസവും വായിക്കുക രാവിലെ എണീറ്റിട്ട്. അതാ ചെയ്യേണ്ടത്. കാരണം മുഖ്യമന്ത്രിയെ തടഞ്ഞവരെ പിന്നാലെ പോയിട്ട് പാർട്ടിക്കാർ തള്ളിയപ്പോൾ അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ത് അധികാരമുണ്ട്, എന്ത് ധാർമ്മികമായ അധികാരമാണുള്ളത്? അപ്പോൾ അതൊന്നും മുഖ്യമന്ത്രി അത് പറയണ്ട, സ്വയം എഴുതി വായിച്ചാൽ മതി. അവനവൻ ആദ്യം ബാധകമാക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ ഗവർണർ അങ്ങനെ പെരുമാറിയത് വിമർശിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് രേഖപ്പെടുത്താം, അത് വേറെ വിഷയം. പക്ഷേ അടിസ്ഥാനപരമായി ഗവർണറെയും ചീഫ് ജസ്റ്റിസിനെയും കരിങ്കൊടി കാണിക്കാൻ പാടില്ല, അവരോട് ഗോ ബാക്ക് പറയാൻ പാടില്ല. കാരണം അത് ഭരണഘടനാ പദവിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അഡ്വക്കേറ്റ് A സമ്പത്ത്, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരോട് കാണിക്കേണ്ട പെരുമാറ്റ മര്യാദകളുണ്ട്, ചട്ടങ്ങളുണ്ട്. പക്ഷേ അധികാര സ്ഥാനത്തിരിക്കുന്നവർ തിരിച്ചു പുലർത്തേണ്ട മാന്യതയെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഗവർണർ ഇന്ന് പറയുന്നത് അധിക സുരക്ഷ വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. സെന്ററിന് ഒരുപക്ഷെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് തോന്നിക്കാണാം കേരള പോലീസിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഗവർണർക്ക് ഏർപ്പെടുത്തുന്ന സുരക്ഷയിൽ. ഇപ്പോൾ Z+ കാറ്റഗറി, CRPF അതെല്ലാം ഗവർണർ റോഡിലേക്ക് ഇറങ്ങിയതിനു ശേഷം പൊടുന്നനെ വരികയാണ്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം നല്ലതാണെന്ന് ഈ CRPF വന്നതിന് ശേഷം ഗവർണർ പറയുന്നുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവർണർ ഉദ്ദേശിക്കുന്നത് എന്താണ് അഡ്വക്കേറ്റ് സമ്പത്ത്? ഞാൻ അഭിഭാഷകൻ കൂടിയായ ശ്രീ അനന്തപത്മനാഭനോട്, വി ആർ ഫ്രം ദ സെയിം പ്രൊഫഷൻ, അപ്പോൾ എൻ്റെ ലേണഡ് ബ്രദറിനോട് ഞാൻ എല്ലാ സ്നേഹബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ ഗവർണറായിരിക്കുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത്തെ ഗവർണറാണ് ഈ സംസ്ഥാനത്തെ.
ഈ അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ കുറേ നാടകങ്ങളുണ്ട്. ഈ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പേര് പത്രങ്ങളിൽ അച്ചടിച്ച് വരിക, എല്ലാ ദിവസവും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക, നമ്മുടെ ഇതുപോലുള്ള ചർച്ചകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേര്, ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ നടത്ത, ഇരിപ്പ്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഇങ്ങനെയെല്ലാം വരിക എന്നുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ്, ചട്ടവിരുദ്ധവുമാണ്, സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ BJP നേതാക്കൾക്കും RSSൻ്റെ പ്രവർത്തകർക്കും നോവുന്നു എങ്കിൽ ഈ തിരുവനന്തപുരം ഭാഷയിൽ, ഈ റിപ്പോർട്ടർ TV-യിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ ഈ തിരുവനന്തപുരത്ത് തൈക്കാടാണ്, ഞങ്ങളുടെ ഒരു ചൊല്ലുണ്ട്, അങ്ങത്തയ്ക്ക് സ്വന്തം കാവൽ നായക്ക് നൊന്താൽ അങ്ങത്തയ്ക്ക് നോവും. മനസ്സിലായില്ലേ? യജമാനൻ്റെ കാവൽ നായക്ക് നൊന്ത് ആ കാവൽ നായ അങ്ങനെ ഒരുപക്ഷെ ഓരിയിടുന്നു എങ്കിൽ യജമാനന് നോവും എന്നുള്ളത് പോലെ ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റായി മാത്രം കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആളിന് ഇത്തരത്തിൽ താനാണ് സർവാധികാരി, ആരാണ് ഇവിടെ അധികാരി, ഞാനാണ് ഇവിടെ അധികാരി എന്നുള്ള നിലയിലേക്കൊക്കെ അദ്ദേഹം പെരുമാറാൻ തുടങ്ങിയാൽ അതെല്ലാം കഷ്ടം എന്നല്ലേ പറയാൻ കഴിയുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി വ്യക്തിത്വങ്ങൾ, പ്രഗത്ഭരായിട്ടുള്ളവർ അല്ലാത്തവർ ഒക്കെ ഗവർണർമാരായി വന്നിട്ടുണ്ട്. ഗവർണർ പദവിയെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് റിപ്പോർട്ടർ ചാനലിൽ നല്ലൊരു ചർച്ച തന്നെ നടത്തുന്നതും നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന കാലമാണ്. ഈ നമ്മുടെ ഭരണഘടനയുടെ 6-ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ 153 മുതൽ 162 വരെയുള്ള ആ അനുച്ഛേദങ്ങളിലൊക്കെ തന്നെ ഒരു കാര്യം ഗവർണർ പദവിയെ സംബന്ധിച്ച് പറയുന്നില്ല. 35 വയസ്സായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം എന്നൊരിടത്തും പറയുന്നില്ല. അതാണിപ്പോൾ ഒരു കഷ്ടം എന്നുള്ളത്. ഇപ്പോൾ കുട്ടികൾ, വിദ്യാർത്ഥി സംഘടനകൾ അവർ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രതിഷേധിക്കുന്നു എന്നാണ് ഒരു ഗവർണർ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ, നമ്മുടെ ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാം. സഖാവ് MA ബേബി CPIMൻ്റെ ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം പഴയ വിദ്യാർത്ഥി നേതാവാണ്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഈ തൊട്ടപ്പുറത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിലെ മാഗസിൻ എഡിറ്ററായിരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റിനെ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഏതാനും ചില വിദ്യാർത്ഥികൾ മാത്രമാണ് കരിങ്കൊടി കാട്ടിയത്. ഡൽഹി പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി. അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ഈ അശോക ചക്രവും അശോക സ്തംഭത്തിൻ്റെ മുദ്രയെല്ലാമുള്ള സൗമ്യമായ 3 സിംഹങ്ങളാണല്ലോ ഇന്നത്തെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ക്രൗര്യതയുള്ള സിംഹങ്ങളല്ല. അശോക സ്തംഭത്തിലെ സൗമ്യതയാർന്ന, സഹിഷ്ണുതയുള്ള, സ്നേഹമസൃണമായിട്ടുള്ള ആ സിംഹങ്ങളുടെ അടയാളമാണല്ലോ രാഷ്ട്രപതിയുടെ വാഹനം. രാഷ്ട്രപതി വാഹനം നിർത്തിയില്ല, ഇറങ്ങിയില്ല. തൻ്റെ അംഗരക്ഷകരോട് ഇറങ്ങി ഇത് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് വിദ്യാർത്ഥികളെ നേരിടാനായിട്ട് അവരാരും ഇറങ്ങിയില്ല. ഈ 1982-87 കാലത്ത് ശ്രീ K. കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാലത്ത് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള 33 ആൺകുട്ടികൾ, ഞാൻ അതിലെ ആ കേസിലെ ഒരു പ്രതിയാണ്. IPC 124 ആണ് എടുത്തിട്ടുള്ളത്. IPC 124 A, B അങ്ങനെ പല, അത് നമ്മൾ 124നെ സംബന്ധിച്ച് മുമ്പ് ചർച്ച നടന്നിട്ടുള്ളത് ഈ രാജ്യദ്രോഹ കുറ്റം, സെഡിഷൻ, അത് അലിജി ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ല, ഇന്ത്യൻ പ്രസിഡന്റിനെയോ അതുപോലെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണറെയോ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പോലീസ് FIR അതിലിടാറുള്ളത്. ഇല്ല, ഈ കരിങ്കൊടി കാണിച്ചു, ഞാനല്ല എങ്കിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാനൊരു ബാനർ അദ്ദേഹം പോകുമ്പോൾ എടുത്ത് കാണിച്ചു എന്നുള്ളത് കൊണ്ടെല്ലാം ഈ 124 എല്ലാം അങ്ങനെ അലിജി ചെയ്യുക, FIR ചാർജ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ശ്രീ P. രാമചന്ദ്രനായിരുന്നു അന്ന് ഗവർണർ. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി തിരുവനന്തപുരത്ത് കാർത്തിക തിരുനാൾ തിയേറ്ററിലാണ് നടക്കുന്നത്. അദ്ദേഹം പരിപാടിക്ക് വരുമ്പോൾ ഞങ്ങൾ 33 ആൺകുട്ടികളും 15 പെൺകുട്ടികളും എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിച്ചു, ഞങ്ങൾ കരിങ്കൊടി കാണിച്ചു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അത് സ്വാഭാവികമായ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത്. ദിവസങ്ങളോളം സബ് ജയിലിൽ കഴിയേണ്ടി വന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം തന്നില്ല, സെഷൻസ് കോടതിയിൽ ജാമ്യം തന്നില്ല, ഹൈക്കോടതി വരെ പോകേണ്ടതായിട്ട് വന്നു. ശരി, അങ്ങനെ ഞങ്ങൾ തടവിൽ കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനി I am the constitutional head of the state എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇദ്ദേഹം നാളെ CRPFൻ്റെ അകമ്പടിയോടുകൂടി തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നേരിട്ട് വരികയാണ്. ഇവിടെ ഈ കുട്ടികളുടെ മേൽ SFIക്കാരാകട്ടെ മറ്റാരുമാകട്ടെ, ഇത് ഇവിടെ ഇപ്പോൾ ശ്രീ അനന്തപത്മനാഭൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. പ്രവർത്തകരായിട്ടുള്ള ABVP പ്രവർത്തകർ പല ആളുകളും അന്നത്തെ ഗവർണർമാർക്കെതിരായി അത്തരത്തിൽ പ്രകടനവും കരിങ്കൊടി പ്രകടനവും നടത്തിയൊന്നും മറന്നു പോകരുത്, അതുകൂടി മറന്നു പോകരുത്. ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്നിട്ട് നമ്മുടെ ഗവർണർ പറയുകയാണ്, എനിക്ക് ഇപ്പോൾ ഇവരെ ശിക്ഷിക്കണം, ബിക്കോസ് I am the head of the state.
ഗവർണർ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചെന്ന് കയറിയാൽ സ്വാഭാവികമായി മജിസ്ട്രേറ്റ് എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ട് വരും, സെഷൻസ് കോടതിയിലെ ജഡ്ജി എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. അഡ്വക്കേറ്റ് എ സമ്പത്ത്, ഇവരെല്ലാം ശിക്ഷിച്ചാലേ അഡ്വക്കേറ്റ് എ സമ്പത്ത്, ഗവർണറെ അത് വിമർശിക്കുമ്പോഴും അഡ്വക്കേറ്റ് എ സമ്പത്ത്, ഗവർണറെ അങ്ങനെ വിമർശിച്ചു പോകുമ്പോഴും ഗവർണർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. FIR എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആദ്യത്തെ FIR-ൽ 12 പേർ, രണ്ടാമത്തേതിൽ 17, പിന്നെ പേരറിയാത്ത 5 പേർ. അങ്ങനെ നോക്കുമ്പോൾ 22 പേരാണ് കരിങ്കൊടിയുമായി അവിടെ നിന്നത്. ഗവർണർ അവിടെ ഇറങ്ങി നിൽക്കുമ്പോഴുള്ള ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം. ഗവർണർ ഇറങ്ങി നിൽക്കുമ്പോഴേക്കും തൊട്ടടുത്ത് തന്നെ കൊടികളുമായി അവരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 22 പ്രതിഷേധക്കാരെ തടയാൻ 100ഓളം പോലീസുകാർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മുഖ്യമന്ത്രി വരുമ്പോൾ ഇങ്ങനെയല്ലല്ലോ എന്ന് ഗവർണർ ചോദിക്കുന്നുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ചോദിച്ച ജീവൻ രക്ഷാ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളും അവിടെ നിൽക്കുകയാണ്. നമ്മൾ കണ്ടതല്ലേ അനിൽ കല്ലിയൂരൊക്കെ എങ്ങനെയാണ് പ്രതിഷേധക്കാരോട് പെരുമാറിയതെന്ന്. അഡ്വക്കേറ്റ് എ സമ്പത്ത്, ഞാൻ അതിൻ്റെ മറുപടിയാണ് പറയുന്നത്. ഈ സഖാവ് പിണറായി വിജയനെ വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. അത് കോൺഗ്രസ്സുകാരായാലും RSSകാരായാലും എങ്ങനെയെല്ലാം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നന്നായി ബോധ്യമുള്ള ആളുകളിൽ പെടുന്നവരാണ് നമ്മളെല്ലാവരും. അതങ്ങ് ഒളിച്ചു വെക്കേണ്ടതില്ല. ഈ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ചേരാത്തതായി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നിങ്ങളൊന്ന് പറഞ്ഞേ. CPIM മാത്രമായിരിക്കും അദ്ദേഹം ഇതുവരെ ചേരാത്തതായിട്ടുള്ളൊരു പാർട്ടിയല്ലേ? ബാക്കി ഏതാണ്ട് എല്ലാ പാർട്ടിയിലും അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം ഏത് പാർട്ടിയിൽ ചേർന്നു എന്നുള്ളതല്ലല്ലോ വിഷയം. അഡ്വക്കേറ്റ് എ സമ്പത്ത്, 8ഓ 10ഓ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതല്ലല്ലോ വിഷയം. ഇവിടുത്തെ വിഷയം ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ വന്ന 22 പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാൻ 100ഓളം പോലീസുകാർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആ ചോദ്യം ഗവർണർ ഉന്നയിക്കുന്നു. അതിനുള്ള മറുപടി എന്താണ്? അല്ല, ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ. എനിക്ക് തന്ന സമയം എന്നെ ദയവായി ഉപയോഗിക്കാൻ അനുവദിക്കണം. അങ്ങ് പറയൂ, ഈ ചോദ്യത്തിനുള്ള മറുപടി ഇല്ലാതിരിക്കുന്നതായിരിക്കും ഭംഗി എന്ന് ഞാൻ വിശ്വസിക്കുക. അതെ, അങ്ങ് പറയൂ, ഈ ചോദ്യത്തിനുള്ള മറുപടി പറയില്ല. ഒന്നെങ്കിൽ താങ്കൾ സംസാരിക്കാം, നമ്മൾ തമ്മിൽ തർക്കം വേണ്ടല്ലോ. ഞാനൊരു മറുപടി പറയുകയല്ലേ. എൻ്റെ ചോദ്യം ഇതാണ്: ഭരണഘടനാ പദവി വഹിക്കുന്നവരും അത്തരത്തിൽ ഉത്തരവാദപ്പെട്ട പദവികളിലിരിക്കുന്നവരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ നമ്മുടെ ചില റൂൾസ് ഓഫ് പ്രൊസീജിയർ പോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ചില പ്രോട്ടോക്കോൾ ഉണ്ട്. എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തെ സംബന്ധിച്ച് രാജ്ഭവനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഇക്കാര്യത്തെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട് അല്ലെങ്കിൽ DGPയോട് വിശദീകരണം തേടുകയോ ഇത് സംബന്ധിച്ച് കത്തിടപാടുകൾ നടത്തുകയോ ഒക്കെയാണ് അത്തരം കാര്യങ്ങളിലുള്ളത്. അല്ലാതെ റോഡിലിറങ്ങിയിട്ട് ഇങ്ങനെ ഇതല്ല ചെയ്യുക. നാളെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ബഹുമാനപ്പെട്ട ഗവർണർ ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് TV ക്യാമറയുമായി ചെന്നാൽ ഹി മേ ബി എൻജോയിങ് ദാറ്റ്. ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പല ഗവർണർമാരും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ആയിക്കൂടാ എന്നൊന്നും ഞാൻ പറയുകയല്ല. അദ്ദേഹത്തിന് അനിഷ്ടകരമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം തട്ടിക്കയറി അത്തരത്തിൽ വരുന്ന അതൊക്കെ ഒരു ഗവർണർ പദവിക്ക് ചേരുന്നതാണോ? ഇനി 22 കുട്ടികളല്ല, 50 കുട്ടികളാവട്ടെ, 50 ആളുകളാവട്ടെ, അവരുടെ കയ്യിൽ കരിങ്കൊടി ഉണ്ട്. ആ കരിങ്കൊടി ഉള്ളവരെ 100ഓളം പോലീസുകാർ പിടിച്ചു മാറ്റിയില്ല എന്നുള്ളതാണ്. ഈ പോലീസുകാർ കേസെടുത്തു, FIR എടുത്തു, കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം നിയമപ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് ആണല്ലോ. അത് പോലീസിന് ചെയ്യാവുന്നത് ചെയ്തു. ഇനി CRPF വരുന്നു, അതല്ല, ഇനി CISF വരുന്നു, ഇനി അതല്ല, ഒരു പക്ഷേ BSFനെ കൊണ്ടുവരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിലുള്ള ഭരണഘടന അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലയിൽ പെടുന്നതാണ്. ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? എൻ്റെ ഒരു ചോദ്യം. ശ്രീ അനന്തപത്മനാഭൻ പറയട്ടെ. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ എപ്പോഴും ഒരു രാജ്ഭവൻ അല്ല ഗവർണർ ഇന്ത്യയിൽ അധികാരത്തിലുള്ള പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര മന്ത്രിയുമായി നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ്. എനിക്കത് നേരിട്ടറിയാവുന്നതാണ്. എൻ്റെ മറ്റ് പിന്നാമ്പുറ കഥകൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് മാത്രമല്ല, ഇതിനു മുമ്പുമുള്ള കാര്യത്തിൽ. അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഐ ആം ദ ഹോം മിനിസ്റ്റർ ഓഫ് ദ നേഷൻ, സോ ഐ ആം സാറ്റിസ്ഫൈഡ് ദാറ്റ് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഡിസ്പ്ലഷറിനും അനുസരിച്ച് ചെയ്യാനുള്ള കാര്യമല്ല ഇത്. ഇതൊരു സംസ്ഥാന യൂണിയൻ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലെ ഫെഡറൽ സത്ത അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീമതി റാംദുലാരി സിൻഹ കേരളത്തിലെ ഗവർണറായിരുന്നു. കരിങ്കൊടി പ്രകടനം നടന്നിട്ടുണ്ടോ ഇല്ലയോ? നിയമസഭയ്ക്കകത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ശ്രീ ജെയിൻ കേരളത്തിൽ വളരെ പണ്ട്, അന്ന് താങ്കൾ ജനിച്ചിട്ടില്ല ആ കാലത്ത്, അദ്ദേഹം കേരളത്തിലെ ഗവർണറായിരുന്നു. അന്ന് അദ്ദേഹത്തിനെതിരായി പ്രകടനങ്ങൾ നടന്നിട്ടുണ്ടോ? രാജ്ഭവൻ വളഞ്ഞിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവർണറുടെ ദേഹത്തെ കൈവയ്ക്കുന്നില്ല എന്നുള്ളത് അത് കേരളത്തിൽ ഒരുപക്ഷെ പലപ്പോഴും മന്ത്രിമാരുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. നമ്മളപ്പോഴൊന്നും ഇങ്ങനെ വലിയ ചർച്ചകൾ നടത്തിയിട്ടില്ല. ഇപ്പോഴും അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട്.
ഗവർണറുടെ സുരക്ഷ എന്നുള്ളത് അത് സംസ്ഥാന ഗവൺമെൻറ് അത് നിയമാനുസരണം നൽകേണ്ടത് കൃത്യമായി നൽകുന്നുണ്ട്, മറ്റേതൊരു സംസ്ഥാനത്തും ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ. ഇതേ ഗവർണർ തന്നെയാണ് പറഞ്ഞത്, കേരളത്തിലെ പോലീസ് സേനയെ സംബന്ധിച്ച് അഭിമാനകരമായി അദ്ദേഹം പറഞ്ഞത്. അധിക ദിവസമൊന്നും ആയില്ല, ഇങ്ങനെ SFIക്കാരുടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും പോലീസിനെ കുറിച്ച് പറഞ്ഞത്. അതും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ രാവിലെ അദ്ദേഹം ഒരു കാര്യം പറയും, ഉച്ചയ്ക്ക് വേറൊരു കാര്യം പറയും, വൈകുന്നേരം ആകുമ്പോൾ വേറൊരു കാര്യം പറയും. അദ്ദേഹത്തിൻ്റെ പ്രാതലിനും ഉച്ചഭക്ഷണത്തിനും അദ്ദേഹത്തിൻ്റെ അമൃതത്തിനും അനുസരിച്ച് നമുക്കെല്ലാം തുള്ളാനായി കഴിയില്ല. ഇവിടെ ഇതൊരു സംസ്ഥാനമാണ്, ആ സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഭരിക്കാനാണ് താൻ വന്നിട്ടുള്ളത് എന്ന് അങ്ങനെ ആരെങ്കിലും ഒരു ഗവർണറോ ആ ഗവർണർ പദവിയിലിരിക്കുന്നവരോ തെറ്റിദ്ധരിക്കുന്നത് അത് ആശാസ്യകരമായ പ്രവണതയല്ല. അത് ന്യായീകരിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ അതിനു വേണ്ടി ഇറങ്ങുന്നതും ശരിയായ നടപടിയല്ല. ഗവർണർ സംസ്ഥാന ഗവൺമെൻറ്റുമായി ഏതെങ്കിലും വിധത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. ഗവർണർക്കും വായിൽ നാക്കുണ്ട്, അദ്ദേഹത്തിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാകും, ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി അദ്ദേഹത്തിന് தெரியும். അദ്ദേഹത്തിനോട് വ്യക്തിപരമായി അത്തരത്തിൽ നല്ല ബന്ധം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങളെല്ലാവരും, അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരും തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരു ഏജൻ്റായി പെരുമാറുകയും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ കേന്ദ്ര സേനയുടെ സുരക്ഷ കേരളത്തിൽ ആർക്കൊക്കെയാണ് നൽകുന്നത് എന്നുള്ള പട്ടിക ഒന്നെടുത്ത് വായിക്കുമ്പോൾ ഞാനും ആ പട്ടികയിൽപ്പെടാനായി ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്, എന്നെ കൂടി ആ പട്ടികയിൽ ചേർത്തതിന് എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇത് സമൂഹം ചർച്ച ചെയ്യട്ടെ. ഓക്കെ, അഡ്വക്കേറ്റ് എ സമ്പത്ത് പറഞ്ഞതിനോട് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, താങ്കളെ അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞത് ഞാൻ ഇടപെട്ടിരുന്നു, അദ്ദേഹം തെറ്റി പറഞ്ഞതാകാം. സോറി, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞാൽ പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. അതെ, സാറില്ല, അത് വിഷയമല്ല, സാറില്ല. നമുക്ക് എന്റെ മുന്നിൽ ഈ TV ഇല്ല കേട്ടോ. എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ എന്താന്ന് പറഞ്ഞാൽ എന്റെ മുന്നിൽ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ, നിങ്ങളെ ആരെയും കാണാൻ കഴിയാതെയാണ് ഞാനിവിടെ അങ്ങോട്ടേക്ക് ഇത് പറയുന്നത്. മനസ്സിലായി. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് എ സമ്പത്ത് വളരെ വിശദമായി തന്നെ പറഞ്ഞു ഏത് രീതിയിലാണ് ഗവർണറുടെ ഇടപെടലെന്ന്. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി നിയോഗിക്കപ്പെട്ട പോലീസിനെ ഒരു ഭാഗത്തു കൂടി പുകഴ്ത്തുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ അതേസമയം തന്നെ പോലീസുകാരുടെ ആത്മവീര്യം കെടുത്തി അവരെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന അധികാര സ്ഥാനത്തെക്കുറിച്ചും ആ അധികാര പ്രയോഗത്തെക്കുറിച്ചും ഗവർണർ ഇന്നും പറഞ്ഞു പോയിട്ടുണ്ട്. ഈ പൊടുന്നനെയുള്ള ഉത്തരവ് വരുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് എ സമ്പത്ത് ചോദിച്ചതുപോലെ CRPF സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നതിന് മുൻപ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മന്ത്രി, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക, ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു? പൊടുന്നനെ എങ്ങനെയാണ് ഇതിലേക്ക് കൈകടത്താൻ കഴിയുന്നത്? അട്ടിമറിച്ച് ഭരിക്കാനായുള്ള ഒരു ഉത്തരവോട് കൂടിയാണോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലേക്ക് കേന്ദ്രം നിയോഗിച്ച് വിട്ടിരിക്കുന്നത്? ഏജന്റായി പെരുമാറുകയാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിനൊക്കെയുള്ള മറുപടി അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ. അല്ല, ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് സംസാരിച്ച ബഹുമാനപ്പെട്ട സമ്പത്ത് അവറുകൾ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നില്ലല്ലോ. അതായത് മുഖ്യമന്ത്രിയെ തടയാൻ വന്നവരെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തടയാനല്ല, കരിങ്കൊടി കാണിച്ചവരെ ആരും തടഞ്ഞിട്ടൊന്നുമില്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരെ DYFIക്കാരും പോലീസുകാരും മുഖ്യമന്ത്രിയുടെ ഗൺമാനും അടക്കം ഓടിപ്പോയി തല്ലുകയാണ്. അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ അല്ല, അത് ആ രീതിയിൽ അവർ പെരുമാറുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരാളെ പിടിച്ച് ഉന്താൻ പോലും പോലീസുകാർക്ക് മനസ്സില്ല. ഗവർണർ ഇറങ്ങി പറഞ്ഞതിന് ശേഷമാണ് ഇവർക്കെതിരെ പോലീസ് ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമല്ല മാർക്സിസ്റ്റുകാർക്ക്. എന്താ അവിടെ ഒരു അമിതാവേശം പോലീസിന്? അദ്ദേഹം മുഖ്യമന്ത്രിയും ഒരു ഭരണഘടനാ പദവിയാണ്, ഗവർണറും ഒരു ഭരണഘടനാ പദവിയാണ്. പക്ഷെ മുഖ്യമന്ത്രി ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായി വരുന്നതാണ്. മറ്റു ഗവർണറും ചീഫ് ജസ്റ്റിസും ഒക്കെ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഗവർണറെ അങ്ങനെ ആയിട്ടല്ല കണക്കാക്കുന്നത്. അപ്പോൾ ഗവർണറെ തടയാൻ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരോട് ഒരു നയം, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരോട് വേറൊരു നയം. പിന്നെ അങ്ങ് മന്ത്രിമാരെ കൈവയ്ക്കാനുള്ള ശ്രമവും മാത്രമല്ല, കൈവച്ചല്ലോ. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റല്ലോ കണ്ണൂരിൽ നിന്ന്. ആരാ ചെയ്തത്? ആ രക്തം ആരുടെ കയ്യിലാണ് ഉള്ളത്? കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റ ആ രക്തം ആരുടെ കയ്യിലാണ് ഉള്ളത്? അപ്പോൾ അതൊന്നും പറയണ്ട, അതൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. പിന്നെ ഗവർണർ പാർട്ടി മാറിയെന്ന് ഞാൻ ചോദിക്കട്ടെ, EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രശസ്തമായൊരു വാക്യമില്ലേ, അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ല എന്ന്? അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ലേലോ, അത് മാറുമല്ലോ. അതൊക്കെ മാറും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർട്ടികൾ മാറാത്ത ആരാ ഉള്ളത്?
എത്ര ആളുകൾ പാർട്ടികൾ മാറിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമല്ലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് പിന്നീട് മാറിയത്? അതല്ലേ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് പോയത്? സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എത്ര തവണ പേരും കൊടിയും മാറ്റി? എത്ര തവണ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനക്കാർ കൊടിയും പേരും മാറ്റി? ജനസംഘം BJP ആയില്ലേ? ഇതൊക്കെ ഒരു തെറ്റാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അത് ഈ ബഹുപാർട്ടി സമ്പ്രദായത്തെ പറ്റി ധാരണയില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് ബഹുപാർട്ടി സിസ്റ്റം ഉണ്ടോ? പഴയ സോവിയറ്റ് യൂണിയനിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ഇപ്പോഴത്തെ ചൈനയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? പണ്ട് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോൾ ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? വേറൊരു പാർട്ടിയെ അംഗീകരിക്കാത്ത പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്വം ഇന്നും ചൈനയിലും ക്യൂബയിലും നോർത്ത് കൊറിയയിലും പ്രതിപക്ഷമില്ല. വേറൊരു പാർട്ടിയുടെ ബഹുപാർട്ടി സമ്പ്രദായമില്ല. ബഹുപാർട്ടി സമ്പ്രദായം ഉണ്ടാവുമ്പോൾ, മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ടാവുമ്പോൾ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. TK ഹംസ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? അല്ലേ? നിങ്ങളുടെ MP ആയിരുന്ന ശിവരാമൻ കോൺഗ്രസിൽ പോയി തിരിച്ചു വന്നില്ലേ? നിങ്ങളെ MP ആയിരുന്ന മനോജ് പോയില്ലേ? വേറെ ഉണ്ടല്ലോ ആൾക്കാർ, ഞാൻ എല്ലാവരുടെ പേരും പറയുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിലുണ്ടാവും. ബഹുപാർട്ടി സമ്പ്രദായം ഉണ്ടാവുമ്പോൾ അതുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തതിന് നമ്മൾ ഉത്തരവാദിയല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു കുറ്റമല്ല. ഞാൻ പറയുന്നത് ഇവിടെ രണ്ട് സമീപനമാണ്. പോലീസിന് രണ്ട് സമീപനമാണ്. അത് പോലീസ് സ്വയം തീരുമാനിച്ച് ചെയ്യുന്നതല്ല, പോലീസിനെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണ് എന്ന ഒരു സംഗതിയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയല്ല. ഇവിടെ ഭരണഘടനയുടെ വലിയ വകുപ്പുകൾ എടുത്ത് തലനാര ചീന്തി പരിശോധിക്കേണ്ട വിഷയമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരോട് പെരുമാറുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഫോഴ്സിൻ്റെ ഒരു പകുതിയെങ്കിലും ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരോട് ഉപയോഗിക്കണം. അത് കാണിക്കണം. അത് കാണിക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അവിടെയാണ്. പിന്നെ ഗവർണർ അങ്ങനെ പ്രതികരിച്ചത് മറുപടി കിട്ടൂല. അങ്ങനെ മറുപടി ഒഴിവാക്കുന്നയാളല്ല. അദ്ദേഹത്തിന് ആലോചിക്കാൻ കുറച്ച് സമയം നമുക്ക് കൊടുക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം ഈവനിംഗ് ഷോയിലേക്ക്. ഇതേ വിഷയത്തിൽ മറുപടിക്കായി കാത്തിരിക്കുന്നു അഡ്വക്കേറ്റ് സമ്പത്ത്, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ. വെൽക്കം ബാക്ക് ടു ഈവനിംഗ് ഷോ. അഡ്വക്കേറ്റ് സമ്പത്ത്, എന്തുകൊണ്ടാണ് പോലീസിന് ഇരട്ട സമീപനം? ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ വരുമ്പോഴും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വരുമ്പോഴും എന്ന ചോദ്യമാണ് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്കുള്ള മറുപടി. ഞാൻ നേരത്തെ ശ്രീപത്മനാഭൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒന്ന് പിശകി പോയാൽ ദയവായി ക്ഷമിക്കണം. അദ്ദേഹത്തോടും പ്രേക്ഷകരോടും അദ്ദേഹം ഒരു ക്ഷമാപണം. ഞാൻ അങ്ങനെ ഒരു അഭിഭാഷകൻ പറഞ്ഞാലുണ്ടായ പിശകി. ദയവായി റിയലി സോറി. അപ്പോൾ മറ്റൊന്ന്, പിന്നെ എനിക്ക് വേണ്ടിയല്ല ഇടവേള വന്നത് എനിക്ക് ചിന്തിക്കാൻ വേണ്ടിയായിട്ടായിരുന്നില്ല. അത് സാന്ദർഭികമായി പറഞ്ഞാണ്. അഡ്വക്കേറ്റ് സമ്പത്ത്, അങ്ങയുടെ മറുപടിയിലേക്ക് വരാം. ഇടവേള താങ്കളുടെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മന്ത്രിമാർ സഞ്ചരിക്കുന്ന വേളയിൽ ഷൂസ് എറിഞ്ഞതോ ചീമുട്ട എറിഞ്ഞതോ മാത്രമല്ല, കരിങ്കൊടിയാണ് കാണിക്കാൻ തങ്ങൾ വന്നത് എന്ന് പറഞ്ഞ ചിലരെയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ കല്ല് എങ്ങനെയാണ് ഉണ്ടായത്? പാറക്കഷണങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ഞങ്ങൾ സമാധാനപരമായി കല്ലെറിയാനാണ് വന്നത് എന്നുള്ള നിലയിലേക്ക് ദ അക്യൂസ്ഡ് ആസ് സച്ച് അങ്ങനെ ഒരു കാര്യം അവർക്ക് കോടതിയിൽ പറയാനുണ്ടെങ്കിൽ ഇത് MO എല്ലാം ഹാജരാക്കുമ്പോൾ അവരത് പറഞ്ഞോട്ടെ. ഇവിടെ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിട്ടാണെങ്കിലും ശ്രീ പത്മനാഭന് വന്നൊരു കാര്യമുണ്ട്. ഏതാ? തടയാൻ എന്നുള്ളതും കരിങ്കൊടി എന്നുള്ളതും. യഥാർത്ഥത്തിൽ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവരെ തടയുക എന്നുള്ളത് മാത്രമല്ല, ആക്രമിക്കുക എന്നുള്ളത് കൂടി അതിൽ വന്ന പലർക്കും ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ Z+ കാറ്റഗറി അതിന് മുകളിലേക്ക് പിന്നുള്ള SPG ആണ് അത്തരത്തിലുള്ളത്. അത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അതിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അത്തരം കാര്യങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് അതുപോലെ പ്രധാനമന്ത്രിക്ക്, പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളായി പലപ്പോഴും വിദേശത്തു നിന്ന് വരുന്ന രാഷ്ട്രത്തലവന്മാർക്കും ഒക്കെ നൽകുന്ന. അത് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും എല്ലാം ഈ Z+ കാറ്റഗറി തന്നെയാണുള്ളത്. ഈ Z+ കാറ്റഗറിക്ക് തൊട്ട് താഴെയായിരുന്നാൽ പോലും ഒരു സംസ്ഥാനത്തെ ഗവർണർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പൈലറ്റ് എസ്കോർട്ട് നൽകുക എന്നുള്ളത് അത് നിർബന്ധമായ കാര്യമാണ്.
ഒരു ഗവർണറോ മുഖ്യമന്ത്രിയോ എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞാലും അവരുടെ സുരക്ഷ എന്നുള്ളത് അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. അവർ പോകുന്ന വഴികളിൽ വാഹനങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ ഗതാഗതം കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കേണ്ടത് വരും. എല്ലായിടത്തും സംഭവിക്കാറുണ്ട്. എല്ലാ സംസ്ഥാനത്തും, ഡൽഹിയിലായാലും കേരളത്തിലായാലും അല്ല മറ്റേത് സംസ്ഥാനത്തായിരുന്നാലും ഇതെല്ലാം നടക്കുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരു കാര്യം നിങ്ങളൊന്ന് തിരക്കുക. ഇങ്ങനെ പോകുന്ന വേളയിൽ വാഹനം ഒരു കൃത്യമായ വേഗതയിൽ ആയിരിക്കണം. ആ വാഹനം ഓടിക്കുന്ന അതിൻ്റെ ഡ്രൈവർ എന്നുള്ളത് അതെല്ലാം ഈ നമ്മൾ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ എല്ലാം ആ വെരിഫിക്കേഷന് ശേഷമാണ് ഈ VVIPയുടെ ഈ ജീവൻ, ആ ശരീരം അതെല്ലാം ആ വാഹനത്തിൽ ഓടിക്കാനുള്ള ആളിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇതിന് മുന്നേ പോകുന്ന പൈലറ്റ് വാഹനം, അതിൻ്റെ സ്പീഡ്, ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള എസ്കോർട്ട് വാഹനത്തിൻ്റെ ഇതെല്ലാം ക്രമപ്പെടുത്തിയാണ് പോകാൻ. വഴിയിൽ ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ അറിവും സമ്മതവും ഉത്തരവുമില്ലാതെ ഈ വാഹനങ്ങൾ നിർത്താൻ പാടില്ല. ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന അത്തരത്തിൽ സഞ്ചരിക്കുന്നതായ VIP അല്ലെങ്കിൽ VVIP ഒരു കാരണവശാലും അവിടെ പുറത്തിറങ്ങാൻ പാടില്ല. അദ്ദേഹം അങ്ങനെ ഇടപെടുക എന്നുള്ളത് അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയും ഇതെല്ലാം ഈ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഒരു VVIP അത്തരത്തിൽ രംഗത്തിറങ്ങി വന്നു ജനക്കൂട്ടത്തിനിടയിലേക്ക് എന്നൊക്കെ ഉള്ളത്. ആ റിസ്ക് എന്നൊക്കെ പറയുന്നത് ആരും വേറെ എടുക്കാൻ പോവില്ല. ആ റിസ്കിൻ്റെ ഇതെല്ലാം ഉത്തരവാദിയായി പറയുന്നത് ആരെയാണ്? ഇതിൻ്റെ ചുമതലയുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിലെ ഗവർണർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അദ്ദേഹം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് സ്വയം ധരിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിക്കാൻ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, ഞാൻ പോകുന്നിടത്തൊന്നും ഈ ബോർഡ് പാടില്ല എന്നൊക്കെ വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രതിഷേധം സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഒരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ നമ്മൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും നിരോധിച്ചിട്ടൊന്നുമില്ല. റിപ്പോർട്ടടക്കം വന്നിട്ടുണ്ട്. പഴയകാല വിദ്യാർത്ഥി നേതാക്കൾ തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ. അഡ്വക്കേറ്റ് എ സമ്പത്ത്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഒന്നും ആരും തള്ളി പറയുന്നില്ല, സമരത്തെ തള്ളി പറയുന്നില്ല, കരിങ്കൊടി പ്രതിഷേധത്തെയും തള്ളി പറയുന്നില്ല. പക്ഷേ കരിങ്കൊടി കാണിക്കാൻ എത്തിയവർ, താങ്കൾ കല്ലുണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഭിന്നശേഷിക്കാരനെ അടക്കം തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ കാലുയർത്തുന്ന DYFI വോളണ്ടിയറെ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അങ്ങും ദൃശ്യങ്ങളിൽ കണ്ടു കാണുമല്ലോ. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് ആത്മഹത്യാശ്രമം നടത്തിയപ്പോൾ ജീവൻ രക്ഷാ ശ്രമമാണ് അവിടെ നടന്നതെന്ന് വിശേഷിപ്പിച്ചതും പറഞ്ഞതുമൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ്. അതൊക്കെ അങ്ങ് മറന്നു പോകുന്നതാണോ? അപ്പോൾ അവിടെ പോലീസ് അല്ലല്ലോ ഇടപെട്ടത്, DYFI അല്ലേ ഇടപെട്ടത്. അപ്പോൾ DYFI അവിടെ ഇടപെടുകയും പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ കയ്യിലെടുക്കുകയും ചെയ്യുന്ന, നിയമം കയ്യിലെടുക്കുന്ന പ്രവൃത്തി അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കി ഒപ്പം പോകുന്നവരല്ലേ. അവർ പോലീസിന്റെ പണിയെടുത്തതോ? അനിൽ കല്ലിയൂരും സന്ദീപും ഒക്കെ ചെയ്തത് എന്താണ്? അഡ്വക്കേറ്റ് എ സമ്പത്ത്, അതേക്കുറിച്ചുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അഡ്വക്കേറ്റ് ശ്രീപത്മനാഭന്റേതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു മറുപടി പറഞ്ഞു പോകാം. താങ്കൾ ഒരു വനിതയാണ്. നമ്മളൊരു തീവണ്ടി ആപ്പീസിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ആരെങ്കിലും താങ്കളെ പിടിച്ച് തള്ളി തീവണ്ടിപ്പാളത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് എനിക്ക് നേരിട്ട് നമ്മൾ തമ്മിൽ പരിചയമില്ലെങ്കിൽ പോലും ഒരു പെൺകുട്ടിയാണ് എന്ന് പോലും കരുതാതെ ഒരുപക്ഷെ എനിക്ക് താങ്കളുടെ ശരീരത്തിൽ പിടിച്ച്, ചിലപ്പോൾ തലമുടിക്ക് പിടിച്ച് അല്ലെങ്കിൽ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് മറിച്ചിടേണ്ടി വരും. വരുന്നത് തീവണ്ടിയാണ്. ഞാൻ ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ദേഹത്ത് പിടിച്ചു എന്ന് വേണമെങ്കിൽ അതും പറയാം, എൻ്റെ മേലും അത് ആരോപിക്കാം. ഇനി ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി വരുന്നു, അത് സഖാവ് പിണറായി വിജയനാണ്, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഇത്തരത്തിലൊരു സന്നിഗ്ധാവസ്ഥയിലാണ്. എൻ്റെ വീടിന് ചുറ്റുവട്ടത്തുകൂടി അങ്ങനെ മുഖ്യമന്ത്രി പോയാൽ എൻ്റെ വീട്ടുകാരും ഞാനുമെല്ലാം പുറത്തിറങ്ങി നിൽക്കുന്ന പോലെ അയൽവക്കക്കാരും പുറത്തിറങ്ങി നിൽക്കും കാണാനായി. ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി പ്രധാനമന്ത്രി പോകുന്നുവെങ്കിൽ ആ സുരക്ഷാ സംവിധാനത്തിനിടയിൽ കൂടിയാണെങ്കിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒരുപാട് ആളുകൾ അവിടെ നിൽക്കും. അപ്പോൾ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന വാഹനത്തിന് മുന്നിലേക്ക് ആര് ചാടാനായി ശ്രമിച്ചിരുന്നാലും, അതിന് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്ന വണ്ടിക്ക് മുന്നിൽ ചാടാനായി ആരെങ്കിലും, അതിന് DYFIക്കാർ ചാടാൻ ശ്രമിച്ചാലും അതല്ല ഇനി യൂത്ത് കോൺഗ്രസ്സുകാർ ചാടാൻ ശ്രമിച്ചാലും എൻ്റെ മുന്നിൽ വെച്ചാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കയറി പിടിക്കുകയോ വലിച്ചെടുത്ത് പുറത്തിടുകയോ ഒക്കെ ചെയ്യും. ഞാൻ ആരും തല്ലുന്നതിനെ ഒന്നും ന്യായീകരിച്ചിട്ടൊന്നും അല്ല ഈ പറയുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അങ്ങനെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ കേസ് എടുത്തിട്ടുണ്ടല്ലോ. ആ കേസ് സംബന്ധിച്ചുള്ള കാര്യത്തിന്റെ വിചാരണ കഴിഞ്ഞതിന് ശേഷമാണല്ലോ മറ്റു കാര്യങ്ങൾ പുറത്തു വരിക. തല്ലിയിട്ടുണ്ടെങ്കിൽ എന്നാണോ അഡ്വക്കേറ്റ് എ സമ്പത്ത് അങ്ങ് ഇപ്പോഴും പറയുന്നത്? ഞാൻ അതിനെല്ലാം ന്യായീകരിക്കല്ല. അഡ്വക്കേറ്റ് എ സമ്പത്ത് തല്ലിയിട്ടുണ്ടെങ്കിൽ എന്നാണോ അങ്ങ് ഇപ്പോഴും പറയുന്നത്? ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അതെ, ഞാൻ അതാണ് പറയുന്നത്. ഒരാളുടെ ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഈ ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ടു യൂസ് ദ ഫോഴ്സ് എന്നുള്ളത് ഞങ്ങൾ ചില വക്കീലന്മാരുടെ ഭാഷയിൽ ചിലപ്പോൾ പറയും.
മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ, മറ്റൊരാളുടെ ദേഹം രക്ഷിക്കാൻ, മറ്റൊരാളുടെ സ്വത്ത് രക്ഷിക്കാൻ, എൻ്റെ മാത്രമല്ല, ചിലപ്പോൾ അത്തരത്തിൽ ഇടപെടുന്നതിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹം അപ്പുറത്തുണ്ടല്ലോ, ശ്രീ പത്മനാഭൻ അപ്പുറത്ത്, അഡ്വക്കേറ്റ് അദ്ദേഹം അപ്പുറത്തുണ്ടല്ലോ. എങ്ങനെയാണ് സാധാരണ ഇപ്പോൾ അത് അഭിഭാഷകരോട് ചോദിച്ചു നോക്കൂ. ഞാനിപ്പോൾ കോടതിയിലെ ന്യായങ്ങളൊന്നും ഇവിടെ പറയാനൊന്നുമല്ല ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ അതൊരു റൈറ്റ് ഓഫ് ഡിഫൻസ് എന്നുള്ളത് സെൽഫ് ഡിഫൻസ് മാത്രമല്ല, ഇത്തരം ചില കാര്യങ്ങളിൽ പറയണം. അവിടെ തല്ലി, അത് ആ ഇൻറ്റൻഷനോടുകൂടി തല്ലണമെന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് തല്ലാൻ വേണ്ടി തന്നെ വന്ന് ഒരാളിനെ കൃത്യമായി നോട്ട് ചെയ്ത് അവിടെ വെച്ച് തല്ലി എന്നുള്ളതാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. അത്തരം വേറൊരു സന്ദർഭത്തിലുണ്ടാകുന്ന വേറൊരു കാര്യമാണ്. ഇതേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. നമ്മളിപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ, അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഗവർണറല്ല ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും പുറത്തിറങ്ങി അത്തരത്തിൽ അവരോട് ഇടപെടുക എന്നുള്ളത് അത് ചട്ടവിരുദ്ധമായ കാര്യമാണ്. അഡ്വക്കേറ്റ് എ സമ്പത്ത്, അവിടെ ഗവർണർ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. പോലീസുകാർക്ക് മുഖ്യമന്ത്രി കടിഞ്ഞാണിടുന്നു. നേരത്തെ അദ്ദേഹം ഉന്നയിച്ച ആരോപണം പ്രതിഷേധിക്കാൻ ആളുകളെ ഇറക്കി വിടുന്നത്, അവരെ നിയോഗിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു സംഘം ആളുകളെ മുഖ്യമന്ത്രി നിയോഗിക്കുന്നു, അതിന് പിന്നിലുള്ള ഗൂഢാലോചന, അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ സീരീസായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ ആരോപണങ്ങളുടെ ഗൗരവം കണ്ടില്ല എന്ന് നടിക്കണമെന്നാണോ? ഗവർണറുടെ പ്രശ്നം എന്താണെന്ന് നോക്കി അതിന് ചികിത്സ വേണമെന്ന് പറയുന്ന പരിഹാസമാണോ അതിനുള്ള മറുപടി? അഡ്വക്കേറ്റ് എ സമ്പത്ത്, ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും അദ്ദേഹത്തിൻ്റെ പക്വതയും വിത്തിൻ ഇൻവേർട്ടഡ് കോമേഴ്സ്, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിനെയും വിത്തിൻ ഇൻവേർട്ടഡ് കോമേഴ്സ് ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് മാനസികമായോ ശാരീരികമായോ അസ്വാസ്ഥ്യങ്ങളോ അത്തരം കാര്യങ്ങൾ ചികിത്സ തേടേണ്ടതോ ഉണ്ട് എങ്കിൽ അത് തേടുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത് വഹിക്കുകയും ചെയ്യും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഭരണഘടന അനുസരിച്ച് ഗവർണറുടെ അത്തരം ട്രീറ്റ്മെൻറ്റിനെല്ലാമുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതിന് ആ സ്റ്റേറ്റ് അതിന് ബാധ്യസ്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മുഖ്യമന്ത്രിയാണ് തനിക്കെതിരെ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം നിയമസഭയിൽ വന്നല്ലോ, ഈ തവണ മാത്രമല്ലല്ലോ, നേരത്തെയും വന്നല്ലോ. ഈ നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇവിടെ നടക്കുന്ന വേളയിലും അദ്ദേഹം നിയമസഭയിൽ വന്നല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2019 അദ്ദേഹം അവിടെ നയപ്രഖ്യാപന പ്രസംഗം പാരഗ്രാഫ് 18 ഓർമ്മയില്ലേ? ആ 18ാമത്തെ പാരഗ്രാഫ് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നിട്ടും അദ്ദേഹം വായിക്കുകയും ചെയ്തല്ലോ. ഏതെങ്കിലും ഭരണകക്ഷി MLA മാർ അദ്ദേഹത്തെ തടഞ്ഞോ? അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ കോക്കറി കാണിച്ചോ? അതല്ല അദ്ദേഹത്തിനെതിരെ പ്ലക്കാർഡ് പിടിച്ചോ? ഇല്ലല്ലോ. നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം പങ്കെടുത്ത നിരവധി പരിപാടികളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഭരണകക്ഷി MLA അല്ല ഈ ക്യാബിനറ്റിലെ മന്ത്രിമാർ അത്തരത്തിൽ ഈ ഗവർണർമാരോട് അങ്ങനെ പെരുമാറിയെങ്കിൽ ഈ പറയുന്നതിൽ ഒരർത്ഥമുണ്ട്, ഇല്ലേ? അതല്ലാതെ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന മുഖ്യമന്ത്രി ഈ വിധത്തിൽ അദ്ദേഹമാണ് ഇത്തരത്തിലെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകൾക്ക് ഇദ്ദേഹം ചാൻസലർ എന്നുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും അഭിപ്രായമില്ല, അല്ലേ? അത് ഈ കോടതി ഉത്തരവുകൾ വന്നത് കേരളത്തിലെ മന്ത്രിമാർക്കെതിരായിട്ടാണെങ്കിൽ നമ്മുടെ ചർച്ച എന്തായിരുന്നേ? എന്തേ മന്ത്രി രാജിവെക്കുന്നില്ല? മന്ത്രി രാജിവെച്ച് നേരത്തെ പോകേണ്ടതാണ്. ഒരു ഉത്തരവ് വന്നു, രണ്ടാമത്തെ ഉത്തരവ് വന്നു, സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നു, ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നു, സുപ്രീം കോടതി ജഡ്ജി തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനം ഇങ്ങനെ നടത്തിയെന്നുള്ളത്. പക്ഷേ ഗവർണർ പദവിയിലിരിക്കുമ്പോൾ ഇതൊന്നും ബാധകമല്ല. കാരണം എനിക്ക് ചില പ്രിവിലേജസ് ഉണ്ട്, ഇല്ലേ? ഏതാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ മറയ്ക്കുള്ളിൽ എനിക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയും. എന്നാൽ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നെ വെൻ ഐ ആം അൺലീഷ്ഡ് എന്ന് പറയണം, ചങ്ങല കെട്ടഴിച്ച് വിടുമ്പോൾ ഞാൻ പുറത്തിറങ്ങി ഇതെല്ലാം ചെയ്യും, ഞാൻ സുരക്ഷിതമായി ഈ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നിരിക്കും. ഇതാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കട്ടെ ഇത്തരം കാര്യത്തിൽ. അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ച ആളും അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്ന ആളും യൂണിയൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളും ഒക്കെയാണ്. അത് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് വിധി എഴുതട്ടെ. ഒരാൾ ഗവർണറായിരിക്കുന്നു, അതേസമയം തന്നെ ചാൻസലർ ആയിരിക്കുന്നു. ചാൻസലർ എന്നുള്ള നിലയിൽ എടുത്ത നടപടികളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം വിദ്യാർത്ഥികൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്, കോടതിക്കുണ്ട്. അത് തൻ്റെ ഗവർണർ പദവി വെച്ചുകൊണ്ട് അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പോകുന്നിടത്തെല്ലാം സ്വാഗതം, വെൽക്കം, അങ്ങനെ മാത്രം എഴുതുക എന്നുള്ളതല്ലാതെ അതിലെന്തെങ്കിലും വിയോജിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നു അവിടെ ഇങ്ങനെ ഇത് പാടില്ല, ഇങ്ങനെ ബാനർ പാടില്ല, കറുത്ത കൊടി പാടില്ല, മുഷ്ടി ചുരുട്ടൽ പാടില്ല, മുദ്രാവാക്യം പാടില്ല, ഞാനത് ഓക്കെ, വ്യക്തമാണ്. അങ്ങയുടെ പോയിന്റ് വ്യക്തമാണ്. അഡ്വക്കേറ്റ് എ സമ്പത്ത്, ചാൻസലർ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് നമ്മൾ. അഡ്വക്കേറ്റ് എ സമ്പത്ത് പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായാണോ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് എ സമ്പത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചോ എന്ന്. കൃത്യമായി ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക്, കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ ഈ വിഷയം നോക്കിക്കാണുന്ന തലത്തിലേക്ക് എത്തുകയാണോ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സമരം ചെയ്യാനുള്ള അധികാരവും അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. സമരത്തിലൊന്നും ആരും എതിരല്ല.
പക്ഷേ എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ലംഘിച്ചപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഗവർണർക്ക് Z+ കാറ്റഗറി സെക്യൂരിറ്റി വന്നു. എന്താ അതിനി സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഗവർണർക്ക് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിള്, 10 കമാൻഡോസ്, 4-5 എക്സ്ട്രാ വെഹിക്കിള്, ഒരു വലിയ വാഹന വ്യൂഹമാകാൻ പോവാണ് ഗവർണറുടെ അകമ്പടി. എന്നിട്ട് ഗവർണർ പോകുന്ന വഴിയൊക്കെ ക്ലിയറാക്കുക, ഗവർണർ വരാൻ പോകുന്ന സ്ഥലം സാനിറ്റൈസ് ചെയ്യുക. എന്നിട്ട് ഇപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഗവർണർ പോകുന്ന വഴിയിലെ വാഹനങ്ങൾ പിടിച്ചിടും. ഇപ്പോൾ മുഖ്യമന്ത്രിൻ്റെ വാഹനം പോകുന്ന വഴിക്ക് ജഡ്ജിൻ്റെ വാഹനം വരെ പിടിച്ചിട്ടല്ലോ. അപ്പോൾ അതുപോലെ പിടിച്ചിടും. എന്നിട്ട് ആളുകൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാവും. Z+ കാറ്റഗറീൻ്റെ റിസൾട്ട് അതാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? സാധാരണക്കാർ ബുദ്ധിമുട്ടിലാവും. കാരണം രാവിലെ ഗവർണർ വഴിക്ക് പോവുകയാണെങ്കിൽ രാവിലെ ഓഫീസിൽ പോകുന്നവൻ, സ്കൂളിൽ പോകുന്നവൻ ഒക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി പോകുന്ന മാർഗം അറിയാലോ. എന്താ പ്രധാനമന്ത്രി വന്നാൽ സംഭവിക്കാമെന്ന്? പ്രധാനമന്ത്രിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ ലക്ഷദ്വീപിൽ സ്റ്റേജിൽ കയറിയ എൻ്റെ മൊബൈൽ ഫോൺ വരെ കയറ്റരുതെന്ന് പറഞ്ഞു. ട്രാൻസ്ലേറ്ററായ ഞാൻ വരെ മൊബൈൽ ഫോൺ താഴെ വെച്ചിട്ടാണ് കയറിയത്. ഇതേപോലെയാവും ഇനിയിപ്പം. മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പേ റോഡ് അടച്ചിടും. ഇദ്ദേഹം പോയിട്ടേ റോഡ് തുറക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ വരുത്തി വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത്രയ്ക്കൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഗവർണറുടെ ഭാഗത്ത് നിയമലംഘനം ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ കോടതിയില്ലേ? കോടതിയിൽ പോയിട്ട് എതിരായിട്ടും അനുകൂലമായിട്ടും വിധി കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഇത് പിന്നാലെ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുക, അതൊക്കെ രസമുണ്ട്. പിന്നാലെ ഗവർണർ പോകുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ബഹളം വെക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഇതൊക്കെ ഉണ്ടാവും. അവസാനം പബ്ലിക് വിൽ സഫർ. കാറ്റഗറി വരുമ്പോൾ അത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ മറ്റൊരു കാര്യം കൂടി മറുപടി വേണ്ടതുണ്ട്. അതായത് ഗവർണർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അതുണ്ടെങ്കിൽ ചികിത്സിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറയാതെ പറഞ്ഞത്. അതായത് വട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പറയാതെ പറഞ്ഞുള്ള പരിഹാസ ചിരിയിൽ പൊതിഞ്ഞുള്ള പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് A. സമ്പത്ത് പറയുന്നു സംസ്ഥാനം അതിന്റെ ചിലവ് വഹിക്കാനും തയ്യാറാണെന്ന്. അങ്ങനെയൊക്കെയാണോ ഗവർണർ നടത്തുന്ന പ്രതിഷേധത്തെ നോക്കിക്കാണേണ്ടത്? തിരിച്ച് ഗവർണറും പറഞ്ഞാലോ, നല്ല ഡോക്ടർമാർ ഡൽഹിയിൽ എയിംസിലുണ്ട്, ഞാൻ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുക വന്നോളൂന്ന്. അതൊക്കെ എന്ത് വർത്താനം? അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറയാൻ പോയാൽ അതൊക്കെ എന്നെ പോലത്തെ സാധാരണക്കാർ പോലും പറയാത്ത വർത്താനാണ്. ഇങ്ങനെയല്ല പരസ്പരം സംസാരിക്കേണ്ടത്. ഇതിപ്പോൾ ഗവർണർക്കും പറയാലോ, നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല അസുഖം ഉണ്ടെങ്കിൽ വന്നോളൂ, ഞാൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയോടോ അല്ലെങ്കിൽ അവിടെ ഡൽഹിയിലെ ഭരിക്കുന്നവരോട് പറഞ്ഞിട്ട് നല്ല ചികിത്സ ഏർപ്പാടാക്കി തരാം. എന്ത് കഥ അതൊക്കെ? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അപ്പോൾ ഇതൊക്കെ പക്വമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അപക്വമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോൾ പാർലമെൻറ്റിൽ ആരെയും കയറ്റുന്നില്ല, വിസിറ്റേഴ്സ് ഗാലറിയിൽ ആരെയും കയറ്റുന്നില്ല. എന്താ കാരണം? 2-3 ആൾക്കാർ പോയിട്ട് മഞ്ഞപ്പൊടി വെതറി അവിടെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇപ്പം എന്ത് സംഭവിച്ചു? വിസിറ്റേഴ്സിനെ അവിടെ ഡിസലവ് ചെയ്തു. ഞാനും നിങ്ങളും പോലുള്ള ആളുകൾക്ക് പുതിയ പാർലമെൻറ്റ് പന്തിരം കാണണമെന്നും അവിടുത്തെ നടപടിക്രമം കാണണമെന്നും ഒക്കെ കൗതുകം ഉണ്ടാവും. അത് കാണാൻ സാധിക്കാതെയായി ഇപ്പം. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്താൽ അതെന്ത് സംഭവിക്കും? സ്വാതന്ത്ര്യത്തിൽ അത് പിന്നീട് കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു ലക്ഷ്മണരേഖയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അതിപ്പോൾ വരുത്തി വെച്ചത് SFI ആണ്. ഇനിയിപ്പോൾ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഈ ലക്ഷ്മണരേഖയെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ യാത്രക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ കരുതൽ തടങ്കലിൽ വെക്കുന്നുണ്ടായിരുന്നു, പ്രതിഷേധം ഉണ്ടാകുമെന്നറിഞ്ഞ്. ഇവിടെ എന്താ SFI പ്രതിഷേധിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞില്ലേ? കരുതൽ തടങ്കലില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ SFI അല്ല KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിലേക്കും പോകുന്നില്ല. കൊല്ലത്ത് യുവമോർച്ചക്കാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. അവരെ കയ്യിൽ കരിങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ DYFIക്കാർ തല്ലാൻ പോയില്ലേ? പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരല്ല യുവമോർച്ചക്കാരായതുകൊണ്ട് അവർ തിരിച്ചടിച്ചു അല്ലേ? അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കല്ലുണ്ടായിരുന്നോ യുവമോർച്ചക്കാരുടെ കയ്യിൽ? അപ്പോൾ ഇതൊക്കെയാണ് അനാവശ്യമായ അമിതാവേശം. DYFIയുടെയും പോലീസിൻ്റെയും അമിതാവേശം ഒരു ഭാഗത്ത് നിഷ്ക്രിയത്വം. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. സമയം അവസാനിക്കാറായതുകൊണ്ട് ഇടപെട്ടതാണ്. അഡ്വക്കേറ്റ് A. സമ്പത്ത്, ഈ നിഷ്ക്രിയത്വം അതുപോലെ തന്നെ ഇരട്ടത്താപ്പ്, ചിലയിടങ്ങളിൽ കാണിക്കുന്ന ഒരു മൗനവും മെല്ലെപ്പോക്കും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണ്ടേ? കേരള പോലീസ് 2 രീതിയിലാണ് പെരുമാറുന്നതെന്ന ആക്ഷേപം അത് അത്ര നല്ലതല്ലല്ലോ. കേരള പോലീസ് അഭിമാനമാണ് എന്ന് പറയുന്നതിനൊപ്പം ഗവർണർ തന്നെ പറയുകയാണ്
കേരള പോലീസിനെ പിടിച്ചുകെട്ടിയിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന്. കേരള പോലീസിനൊരു കുഴപ്പവുമില്ല. ഇന്ത്യ ഗവൺമെൻറ് തന്നെ അത്തരത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നൽകിയത് തന്നെയാണ് കേരള പോലീസിന്. ഇവിടുത്തെ കുഴപ്പം എന്നുള്ളത് ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായി ഇവിടെ വന്ന് പ്രവർത്തിക്കാനായി രാജ്ഭവനെ താളമാക്കുന്നതിന് ഇന്നത്തെ ഗവർണർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകുന്നതാണ് ഈ സംസ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കും എല്ലാം നല്ലത്. നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിനും കേരളത്തിൻ്റെ അഭിമാനകരമായ നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കുന്നതിനും. ദ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ചൊരു മനുഷ്യനുണ്ടല്ലോ, കഴിഞ്ഞ നമ്മുടെ യുവജനോത്സവത്തിന് ആ കപ്പ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടുപോയ ജില്ല ഓർമ്മയില്ലേ? ആ ജില്ലയെ എന്താ വിളിച്ചതെന്നുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിലും ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുമെല്ലാം വലിയ സംഭാവന ചെയ്ത ഒരു ജില്ലയെക്കുറിച്ച് ആ ജില്ല കൂടി ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ പറഞ്ഞ ഒരു വാചകമാണ് ഈ പറഞ്ഞത്. തൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം തന്നെ സരസ്വതി തന്നെ ആകണം എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ടാവുമെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പലപ്പോഴും വികട സരസ്വതി പുറത്തേക്ക് വരുമ്പോൾ ലജ്ജിക്കാതെ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ ഒരാളിനെ നമ്മുടെ ചൊല്ലും ചെലവും നൽകിയെല്ലാം ഇങ്ങനെ പരിപാലിച്ച് പോകണം എന്ന് ആർക്കെങ്കിലും ശാഠ്യമുണ്ടെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ചില ബണ്ടങ്ങളെ ഇങ്ങനെ കെട്ടിവെക്കുക എന്നുള്ളത്, ഈ ഗവർണർ പദവി തന്നെ അവസാനിപ്പിക്കേണ്ടെന്ന് കാലം കഴിഞ്ഞു. ആരോടും ഉത്തരവാദിത്വം ഇല്ലാത്തതായിട്ടുള്ള ഒരു പദവി എന്നുള്ളതല്ലാതെ, ഒരു ചുമതല പോലും അല്ലാതെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാരുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ വിമർശിക്കുന്നതും പൊതുജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നതും നിയമസഭയിൽ അത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടാകുന്നതും നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി തീർച്ചയായും ജനാധിപത്യ രീതിയിലുള്ള സംവാദങ്ങളാണ് ഉണ്ടാകേണ്ടത്. പരസ്പരം അഡ്വക്കേറ്റ് സമ്പത്ത് സമയപരിമിതി കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് എ സമ്പത്ത്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുകയാണ്. അതിരുവിട്ട ആക്ഷേപങ്ങളിലേക്ക് ഇരുകൂട്ടരും പോകുന്നത് Z+ കാറ്റഗറിയുമായി CRPF രാജ്ഭവനിൽ നിലയുറപ്പിക്കുന്നത് ഒക്കെ കണ്ട ദിവസമാണ്. ഇതിൽ തുടർ ചർച്ചകളിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ ഈവനിംഗ് ഷോയിൽ വാർത്തകൾ വിശദമായി കാണാം. അതേ തുടർന്ന് ഡിബേറ്റുമായി സ്മൃതി പരുത്തിക്കാട് എത്തും. നമസ്കാരം. You are watching Reporter Evening Show.